ബംഗാൾ ഗവർണർ ആനന്ദ ബോസിന്റെ രാജി. രാജഗോപാൽ സർ, ആനന്ദ ബോസിന്റെ രാജിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആനന്ദ ബോസും കേന്ദ്രവും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ. യഥാർത്ഥത്തിൽ ആനന്ദ ബോസ് എന്തിനാണ് രാജിവെച്ചത് എന്നതിന്റെ നേർചിത്രം കേരളത്തിലാണ് തെളിയാൻ പോകുന്നത്. കൊല്ലത്തോ കോട്ടയത്തോ എവിടെയാണ് ആനന്ദ ബോസ് മത്സരിക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു തീരുമാനം വരാനുള്ളത് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചില സൂചനകൾ. എങ്ങനെ വിലയിരുത്താം? ശരിയാണ് നേതു, ശരിയാണ്. ഇപ്പൊ അങ്ങനെ അത്തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കൊല്ലം പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഏറ്റവും നന്നായിട്ട് കളക്ടറായിട്ട് സർവീസ് ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തന മണ്ഡലം കൊല്ലമായിരുന്നു. എനിക്ക് തോന്നുന്നു 1985 മുതൽ 88 വരെ അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായിരുന്നു. ആ സമയത്താണ് ഒരുപാട് പദ്ധതികൾ കൊല്ലത്തിന്റെ അടിസ്ഥാനപരമായ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉതകുന്ന ഒരുപാട് പദ്ധതികൾ അദ്ദേഹം അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതിനകത്ത് ചില കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ വലിയ സ്വാധീനമായിരുന്നു. ഒരു ജില്ലാ കളക്ടർ ഏറ്റവും കൂടുതൽ ജനപ്രിയനായതും കൊല്ലത്ത് ശ്രീ ആനന്ദബോസ് തന്നെയായിരുന്നു. വളരെ സ്വാധീനമായിരുന്നു അദ്ദേഹത്തിന് ആ 3 വർഷത്തെ പ്രവർത്തനത്തിന്. കുറച്ച് എതിരാളികളൊക്കെ ഉണ്ടായിരുന്നു, എതിർ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൊല്ലം കേന്ദ്രീകരിച്ച് ഒരു പക്ഷെങ്കിൽ കൊല്ലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊല്ലത്ത് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണ്. വളരെ പ്രമുഖനായ കേന്ദ്രമന്ത്രിയും മന്ത്രിയായിരുന്ന BJPയുടെ പ്രമുഖനായ നേതാവാണ്. അപ്പൊ അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം എന്നുള്ള ജില്ലയിൽ നിന്നവിടെ മത്സരിക്കുന്നുണ്ട്. വി മുരളീധരൻ ഒക്കെ മറ്റൊരു കേന്ദ്രമന്ത്രിയായിരുന്ന അവരുടെ പ്രമുഖ നേതാവായിരുന്ന ദേശീയ തലത്തിലെ നേതാവായിരുന്ന ശ്രീ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു വലിയ കേഡർ സഭ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ തലയെടുപ്പുള്ള നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. അതേപോലെ ഇപ്പോഴ് വട്ടിയൂർക്കാവില് ഒരു പക്ഷെങ്കിൽ ശ്രീലേഖ IPS മത്സരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ BJPക്ക് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, വളരെ നമ്മൾ പറയത്തില്ല തലപ്പൊക്കമുള്ള നേതാക്കന്മാര് ഓരോ ജില്ലകളിലും ഇറങ്ങട്ടെ, അവർ മത്സരിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു ചിന്താഗതി പാർട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു പരിഗണനയായിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തില് അവരിപ്പോ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 30-35 മണ്ഡലങ്ങളാണ്. കേരളത്തിൽ അവര് 35 മണ്ഡലങ്ങളിലാണ് വളരെ അതിശക്തമായിട്ട്, അതായത് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 1 അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന മണ്ഡലങ്ങൾ, അസംബ്ലി മണ്ഡലങ്ങളാണ്. അവിടെ കേന്ദ്രീകരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്നപ്പോഴാണ് കൊല്ലത്ത് ആര് വേണം ഒരു ആലോചന വന്നപ്പോഴാണ് ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയ ചാണക്യന്മാരുടെ ഒരു തീരുമാനമാണെന്നാണ് പറയുന്നത്. അത് ശ്രീ ആനന്ദബോസ് തന്നെ കൊല്ലത്തൊന്ന് നിൽക്കട്ടെ എന്നുള്ളത്. അതിനൊരു പ്രത്യേകിച്ചൊരു കാരണവുമുണ്ട്. അവിടെ കൊല്ലം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ പല ഭാഗങ്ങളും അത് ചേർന്ന് വരുന്നുണ്ട്. അവിടെ ഏതാണ്ട് 15ഓളം ഡിവിഷനുകളിൽ BJPക്ക് പ്രതിനിധികളായിട്ടുണ്ടെന്നാണ്. 15ഓളം 14-15 സീറ്റുകളിൽ BJPയോടെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ വലിയ മാറ്റമാണ്. കൊല്ലം കോർപ്പറേഷനിൽ വലിയൊരു മാറ്റമാണ്. കൊല്ലം കോർപ്പറേഷൻ അല്ലെങ്കിൽ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ BJPക്ക് വലിയ ജനകീയ അടിത്തറ അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ അത് മൊബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് കൂട്ടിച്ചേർത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആനന്ദബോസിനെ പോലെയുള്ള ഒരാള് ഒക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെന്നുണ്ടെങ്കിൽ സിനിമാ നടൻ കൂടിയായ ശ്രീ M. മുകേഷ് ആയിരുന്നു അവിടുത്തെ വിജയിച്ചിരുന്നത്. 2021 കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹമാണ് വിജയിച്ചത്. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മുകേഷ് മത്സരിച്ചത്. സിനിമാ നടൻ എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു. ചെറിയ മാർജിനാണ്, ഏതാണ്ട് 2000-ൽ പല വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവായിരുന്ന ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ M. മുകേഷ് വിജയിച്ചത്. അപ്പൊ ആ സമയത്ത് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 10%, മൊത്തത്തിൽ 10%, 15,000 വോട്ടുകളാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടുന്നത്. വലിയ തലയെടുപ്പുള്ള നേതാവൊന്നും ആയിരുന്നില്ല അവിടെ നിന്ന് മത്സരിച്ചിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം സീറ്റ് അവർ വളരെ കാര്യമായി ശ്രദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് 15 ഇത്രയും ഡിവിഷനുകള് കോർപ്പറേഷനിലടക്കം മറ്റു പല പഞ്ചായത്തുകളിലും സ്വാധീനം വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒന്ന് അവിടെ മത്സരിച്ച് നോക്കിയാലോ. അതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ മുകേഷ് മത്സരിക്കുന്നില്ല. LDFന്റെ സ്ഥാനാർത്ഥി മുകേഷ് അല്ലെന്നാണ് ഏതാണ്ട് ഒരു തീരുമാനം വന്നു കഴിഞ്ഞു. മുകേഷിന് ഇപ്രാവശ്യം സീറ്റില്ല. പല കാരണങ്ങൾ പലതുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല കാരണങ്ങളുണ്ട്.
അതുകൊണ്ട് മുകേഷ് മത്സരിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ തന്നെയാണെന്നാണ് പറയുന്നത്. LDF-ലേക്ക് ഇപ്പോഴിവിടെ CI2-ന്റെ ഒരു പ്രമുഖ നേതാവ് ജയമോഹൻ അങ്ങനെ എന്തോ ഒരു നേതാവ്, അത് ജയമോഹൻ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ആണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നെന്ന് പറയുന്നു. അപ്പൊ അവിടെ കൊല്ലത്ത് ചില കമ്മ്യൂണൽ ഇക്വേഷൻസും ഉണ്ട് ഇതിനകത്തില്. നമ്മൾ കാരണം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം വളരെ സ്വാധീനമുള്ളതാണ്. പിന്നെ ഹിന്ദു സമുദായത്തിന് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് SNDP യോഗത്തിനും നല്ല സ്വാധീനമുണ്ട്, NSSനും ഒക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ജയമോഹനൻ, CI2 നേതാവ് ജയമോഹൻ ആണെങ്കിൽ, തീരുമാനമായിട്ടില്ല ആണെങ്കിൽ, അതേപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയാണെങ്കിൽ, അവര് രണ്ടുപേരും SNDP പിന്നെ സമുദായത്തിൽ നിന്ന് വരുന്ന, ഈഴവ സമുദായത്തിൽ നിന്ന് പ്രതിനിധികളാണ്. അതിനിടയിലെ ഒരു നായർ സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ, അത്രയും ചില സ്പിരിറ്റുകളൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള തീരുമാനങ്ങളും ഉണ്ടാകാം. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ആനന്ദബോസിന്റെ പേര് കൊല്ലത്ത് വളരെ സജീവമായിട്ട് ഇപ്പൊ പല കാരണങ്ങളാണ്, ഈ പറയുന്ന ജാതി സമവാക്യവും അതിന്റെ ഒരു കാരണമായിട്ട് ചിലപ്പോൾ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അതല്ല, മറ്റൊരു നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം കോട്ടയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹം കോട്ടയത്തിനടുത്ത് പിന്നെ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കോട്ടയം പിന്നെ അസംബ്ലി മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നോക്കിയാലോ എന്നൊരു ചില ആലോചനകൾ ഉണ്ടെന്ന് പറയുന്നു. കോട്ടയത്തിന്റെയും സ്ഥിതി ഇത് തന്നെയാണ്. കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ BJP സംബന്ധിച്ചിടത്തോളം വലിയ ശക്തരായ തലയെടുപ്പുള്ള നേതാക്കന്മാരൊന്നും കാര്യമായിട്ട് ഇവിടെ മത്സരിച്ചിട്ടില്ല. അതാണ് BJP-യുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ സാധാരണഗതിയിലെ പിന്നെ കഴിഞ്ഞ തവണ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് PN വാസവൻ ജയിച്ചിട്ടുണ്ട്, TK രാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്, വയലാർ രവിയുടെ ഭാര്യ മേഴ്സി രവി ജയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഒന്നുകിലെ UDF LDF മാറി വന്നിട്ടുള്ളതാണ്. BJP അവിടെ വലിയ ഒരു നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തൊരു മണ്ഡലമാണ് കോട്ടയം. വലിയ പിന്നെ നമ്മൾ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ പിന്നെ അക്ഷരങ്ങളുടെ തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും BJP അത്ര കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ കോട്ടയത്തേക്കായാലോ എന്നൊരു ആലോചന നിലനിൽക്കുന്നുണ്ട്. അവിടെ പക്ഷെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോട്ടയത്തിന് 2ാം പരിഗണന വരാൻ സാധ്യതയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പിന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ, അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മത്സരിപ്പിച്ചാലോ എന്നുള്ള ആലോചനകളും അതും വളരെ സജീവമായിട്ട് നടക്കുകയാണ്. അവരുടെ ഈ എണ്ണം പറഞ്ഞ 35 സീറ്റിൽ ഒരെണ്ണം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ പണ്ട് BJP-യുടെ പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് MLA-ആയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ ജോർജ് കുര്യനെ മത്സരിപ്പിച്ചാലോ എന്നൊരു ആലോചനയും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ, അതുകൊണ്ട് ഒരു നേരത്തെ സൂചിപ്പിക്കാനുള്ള കാരണം, കാഞ്ഞിരപ്പള്ളിയിലെ പിന്നെ ജോർജ് കുര്യനാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു പക്ഷെങ്കില് ആനന്ദബോസ് കൊല്ലത്തായിരിക്കാം മത്സരിക്കുക. ഇനി അങ്ങനല്ല, കോട്ടയത്തെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അക്ഷരങ്ങളുടെയും പത്രങ്ങളുടെയും ഒക്കെ ലോകത്ത് അങ്ങനെയുള്ള ഒരു വലിയ തലസ്ഥാനമാണല്ലോ കോട്ടയം എന്ന് പറയുന്നത്. അവിടെ ഒരു പക്ഷെങ്കിൽ ആനന്ദബോസ് മത്സരിക്കട്ടെ, ജന്മനാട്ടിൽ മത്സരിക്കട്ടെ എന്നുള്ള ആലോചനകളും വരാം. എന്തായാലും അദ്ദേഹത്തെ കേരളത്തിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിന് നിലവിൽ കാരണമില്ല. കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹം 2019 എത്തുന്നത് വളരെ സർവസമ്മതനാണ്. ബംഗാള് പോലെയുള്ള വളരെ നിർണായകമായ ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് അമിത്ഷാ ഇപ്രാവശ്യം ലക്ഷ്യം വെച്ചിരിക്കുന്ന 2-3 സംസ്ഥാനങ്ങളാണ്. ബംഗാളും തമിഴ്നാടും അദ്ദേഹത്തിന്റെ നമ്പർ 1 പ്രയോറിറ്റി നിൽക്കുന്നതാണ്. എന്ത് വില കൊടുത്തും അവിടെ ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ബംഗാളിന്റെ ചുമതല ശരിക്കും അമിത്ഷാ തന്നെയാണ് നോക്കുന്നത്. അങ്ങനെയുള്ള അമിത്ഷാ ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും കണ്ടേ തീരുമാനിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നലെ രാത്രി പൊടുന്നനെയാണ് ഈ തീരുമാനം വരുന്നത്. ആനന്ദബോസിന്റെ പിന്നെ അടക്കം 2-3 ഗവർണർമാരെ മാറ്റുന്നു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുമ്പോൾ ഇപ്പൊ തമിഴ്നാട്ട് ഗവർണർ RN രവിയെയാണ് ഇപ്പൊ ബംഗാളിന്റെ താൽക്കാലിക ചുമതലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. RN രവിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം കുറച്ചുകൂടെ അഗ്രസീവാണ്. ആനന്ദബോസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അഗ്രസീവാണ്. ഒരുപക്ഷെ മമത തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ ആനന്ദബോസിനെക്കാട്ടിൽ കുറച്ചുകൂടെ ശക്തമായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേരിടാൻ കഴിയുന്ന ഒരാള് ശ്രീ RN രവി തന്നെയാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ നിയമസഭയിൽ കേട്ടിട്ടുണ്ടല്ലോ. തമിഴ്നാട് നിയമസഭയിൽ പല പ്രശ്നങ്ങളും സ്റ്റാലിനുമായിട്ടൊന്നും അദ്ദേഹം വകവെച്ചു കൊടുക്കത്തില്ല. സ്റ്റാലിനും തിരിച്ച് അങ്ങനെ തന്നെയുമാണ്, അദ്ദേഹത്തെയും സമ്മതിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ വലിയ പോര് നടക്കുന്ന സംസ്ഥാനമാണ്.
അവിടെ നിന്നാണ് ഇപ്പോഴേ ഈ അഡീഷണൽ ചുമതലയുള്ള അദ്ദേഹം ബംഗാളിലേക്ക് പിന്നെ RN രവിയെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയോ രാഷ്ട്രീയ തീരുമാനങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇനി 20 മാസം കൂടെ സർവീസ് ഉണ്ടായിരുന്നു, ശ്രീ ആനന്ദ ബോസിന് 20 മാസം കൂടെ സർവീസ് ഉണ്ടായിരുന്നു. ഉടനെ ഈ റീഅറേഞ്ച്മെന്റ് ഇതിനകത്ത് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ലോക്സഭയിൽ മത്സരിപ്പിച്ചാൽ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ പ്രേമചന്ദ്രനെതിരെ പിന്നെ ആനന്ദബോസിനെ മത്സരിപ്പിച്ചാലോ എന്നൊരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവസാന നിമിഷം അത് പിന്നെ അത് മാറ്റി വെക്കുകയായിരുന്നു. പിന്നീടാണ് ഗവർണർ സ്ഥാനത്തേക്കൊക്കെ അദ്ദേഹം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനാണ് സാധ്യത കൂടുതൽ. ഇപ്പം ഇവരുടെ ഒരു വിലയിരുത്തൽ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൊല്ലത്തോ അതെങ്കിൽ കോട്ടയത്തോ അസംബ്ലി മണ്ഡലങ്ങളിൽ ശ്രീ ആനന്ദ ബോസ് മത്സരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ പൊടുന്നനെ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മറ്റില്ലെങ്കിൽ മാറ്റി എന്ന് പറയാനൊക്കത്തില്ല. അദ്ദേഹത്തിന്റെ കൺസെന്റോടുകൂടി തന്നെ ഒരു ധാരണ അല്ലാതെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ മറ്റു തരത്തിൽ പറയുന്നത് പോലെയുള്ള നിലവിൽ നമ്മുടെ അറിവിൽ പ്രശ്നങ്ങളോ കാരണങ്ങളോ ഒന്നും പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ആനന്ദബോസ് മാറി നിൽക്കുന്നത്. അവരുടെ ഒരു പ്രോമിനന്റ് ലീഡർ, വളരെ തലയെടുപ്പുള്ള ഒരു നേതാവിനെ കേരളത്തിൽ മറ്റൊരാളെ കൂടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തലിൽ നമുക്കറിയാൻ കഴിയുന്നത്. യെസ്, അതാണ് രാജഗോപാൽ സർ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങളല്ല, ഒരു റീഅറേഞ്ച്മെന്റ് തന്നെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തമായ എന്തൊക്കെയോ ധാരണകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്ന് വേണം കരുതാൻ. അമിത്ഷാ പൂർണ്ണമായും ബംഗാളിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സമയത്താണ് ആനന്ദബോസിന്റെ രാജി എന്നതാണ് വിമർശനങ്ങൾക്ക് ഇടവച്ചത്. പക്ഷേ ബംഗാളിൽ മമതയെ നേരിടാൻ RN രവിയെ പോലെ ഒരാളെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം രാജഗോപാൽ സർ പറഞ്ഞതുപോലെ തലയെടുപ്പുള്ള ഒരു നേതാവിനെ കേരളത്തിലേക്ക് അയച്ചതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടതാണ്. ഇത് വ്യക്തമായും രാഷ്ട്രീയമാണ്, അല്ലാതെ വ്യക്തിപരമായി ആനന്ദബോസിനോ കേന്ദ്ര സർക്കാരിനോ ഇടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടല്ല എന്നതാണ് വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.